VCI കൗൺസിലിങ്ങിൻ്റെ വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ ഓൾ ഇന്ത്യയുടെ പ്രൊവിഷണൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ പ്രൊവിഷനിൽ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം. കാരണം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പരിഗണിക്കില്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യം. നിങ്ങൾക്ക് ജോയിൻ ചെയ്തെങ്കിൽ മാത്രമാണ് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ മുകളിലേക്ക് പരിഗണിക്കുള്ളൂ. നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാനുള്ള മാർക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ വേണ്ട. നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ നീറ്റ് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ആസ്പിരൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും വെറ്റിനറി അഡ്മിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുപറ്റി കൂടുതൽ അറിയാനായിട്ട് ഒരു പ്രൊവിഷൻ ലഭിക്കാനായിട്ട് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ വന്നിരിക്കുന്ന പ്രൊവിഷനിൽ എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്ത ചോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആ കോളേജിൽ പോയിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരിട്ട് പോയി ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് നോക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഒരു ഫൈനൽ അലോട്ട്മെൻറ്റ് അടുത്ത ദിവസം തന്നെ ഇടും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഇതിനകത്ത് പ്രൈവറ്റ് കോളേജിൽ വന്നിട്ടുണ്ട്. പ്രൈവറ്റ് കോളേജിൻ്റെ ഫീസ് അല്പം ഉയർന്നതായിട്ടാണ് കാണുന്നത്. ഒരു ശ്രദ്ധാപൂർവമായിരിക്കണം ഇനിയുള്ള ചോയ്സുകൾ മറ്റു കാര്യങ്ങളും കൊടുക്കുമ്പോൾ. ബെസ്റ്റ് വിഷസ്.